വീട്ടിലൊക്കെ ഞാൻ ഈ ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടോ നോക്കും. എന്നിട്ട് ഇങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഐസ് ഇങ്ങനെ സുഖമായിട്ട് വെള്ളമുണ്ട്. ആ വെള്ളം അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. ഇതാണ് വിദ്യ. ഓരോ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാനല്ല എന്താ സംഭവിക്കുന്നത് നോക്കാം. കളർ മാറി കാണിച്ചിട്ട് കണ്ടല്ലോ. ഈ അടുത്തേലേ വീണ്ടും പച്ചവെള്ളമായി മാറി. ഇനി ഈ മൂന്നാമത്തതില് ഇതിലേക്ക് നോക്ക്. പാലിന് വേണ്ടി കരഞ്ഞ ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. ടവല് കൊണ്ട് ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. ഇനി പറഞ്ഞ ഇതിൽ ഞാൻ എന്താ നിങ്ങൾക്ക് ഇത് എന്താ ഉണ്ടാക്കി തരേണ്ടത്? മിഠായി ആദ്യം പറഞ്ഞേ മനസ്സിൽ വിചാരിച്ച മിഠായി ഉണ്ടാവട്ടെ. അതുകൊണ്ടല്ലേ മാന്ത്രിക വേണ്ടി തന്നാലല്ലേ. ഓക്കെ, ഇയാള് മിഠായി ഉണ്ടാവട്ടെ എന്നാ വിചാരിക്കുന്നത്. എന്നിട്ട് മനസ്സിൽ അയാൾ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൽ തൊട്ടിട്ടുണ്ട്. ആ കരി ആൾക്ക് മിഠായി ആവാണ് വേണ്ടത്. മിഠായി ആവാൻ നമുക്ക് നോക്കാം. വിഴുങ്ങി ഇങ്ങനെ തന്നെയാണ്. ഒരറ്റത്തിന് ഇങ്ങനെ ഇപ്പൊ ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രന്റെ അറ്റത്തിന് ഒരു ഇതിലേക്ക് കയറി വരികയും പിന്നെ അത് കാണാനില്ലാതെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ചെറിയൊരറ്റം മാത്രം ബാക്കിയുണ്ടാവും. പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ മുഴുവനായിട്ട് വിഴുങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ നിഴലിൽ ഇത് എന്ത് സംഭവിച്ചു? നിഴലില് അപ്രത്യക്ഷമായി. ഇനി നോക്കാം നമുക്ക്. ഇപ്പൊ ചന്ദ്രൻ എവിടെയോ എങ്ങനെയാ നോക്കാം. ഓം ന്യൂട്രണായ നമഃ. ഇനി നിങ്ങളൊന്ന് ഊതിയേ. ആദ്യം പഞ്ചസാര ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ പഞ്ചസാര ഇട്ടുള്ളൂ. മീഡിയ എടുക്കണ്ടോ? മാറ്റത്തിലൊന്നും എടുത്തെടുക്ക്. എന്തിലൊന്നും എടുക്ക്. ഇവിടെ എന്തിലൊന്നും എടുക്കണം. ഓക്കെ, പക്ഷേ വടി, ഈ വടി കൊണ്ട് ഇതിലൊന്നും ഇങ്ങനെ തൊടുകയാണ്. അപ്പൊ നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇതില് കുപ്പിയിൽ എന്താ ഉള്ളത്? വിനിഗറാണ് അല്ലേ? ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഈ ഇതിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ബലൂണിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഒരു ശാസ്ത്ര പരീക്ഷണമാണ്. ഇത് ഞാൻ ഇവിടെ ഇനിയും കാണാൻ നിങ്ങൾക്കത് കാണാം. തിന്നുക എന്നുള്ളതാണ്. നോക്കാം. ഇങ്ങനെ തീ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വായിൽ വെക്കുമ്പോ എന്താവും? തീ തിന്നലാവും അല്ലെ? ഇനി നമുക്ക് തീ തിന്നുന്ന ഒരു പാത്രത്തിൽ നിന്ന് പാലിങ്ങനെ കുറെ ആളുകൾക്ക് കൊടുത്തു. അതിന് പുറകിലെ വിദ്യ എന്താണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവര് കാണിച്ച വിദ്യ എന്താ എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു മൊന്തയിൽ നിന്ന് കുറെ പ്രാവശ്യം പാലൊഴുകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിദ്യ ഞാൻ കാണിക്കുന്ന ഈ വിദ്യയാണ്. നോക്കിക്കൊള്ളുക. ഇതിലിപ്പോഴുള്ള ഈ വെള്ളം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കളഞ്ഞു. ഇനി ഞാനിതാ ഈ ടവല് കൊണ്ട് ഇതിന്റെ ഉൾഭാഗം ഒന്ന് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തുടച്ചു. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. വീണ്ടും ഇതിന്റെ ഉൾഭാഗം തുടയ്ക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനി ഇതാ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. അതൊക്കെ വെറുതെയാണ്. ഇനി ഇതാ
ഇങ്ങോട്ട് വാ. പാത്രത്തിന്റെ സ്വിച്ച് തീ കത്തിക്കാൻ വേണ്ടി തന്നെത്താൻ തീ ഉണ്ടായപ്പോ അതില് സോഡിയം കൂടി ചേർത്ത് ഇതാണ് കാൽസ്യം കാർബൈഡ് ഗ്യാസ് പാറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? 2 സ്ലൈഡിലും ഒന്നും എഴുതിയിട്ടില്ല, ഒന്നുമില്ല. ഓക്കെ, റെഡി? മാജിക് ആണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം നോക്കിക്കോളാം. ചിലപ്പോ എന്തെങ്കിലും തട്ടിപ്പുകൾ കാണിക്കും. യെസ്, ഞാൻ ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ മാന്ത്രിക വഴി കൊണ്ട് ഇതിലൊന്ന് എഴുതുകയാണ്. എഴുതുന്നത് നന്ദി എന്ന് എഴുതിപ്പോ, പിന്നെ എഴുതുന്നത് താങ്ക്സ്. നന്ദി എന്ന് എഴുതി താങ്ക്സ്. ഇപ്പൊ ഇതിലെന്താ വന്നിരിക്കുന്നത്? നന്ദി എന്ന് പറഞ്ഞു. ഇതിലെന്താ വന്നിരിക്കുന്നത്? താങ്ക്സ് എന്ന് പറഞ്ഞു. നന്ദി, താങ്ക്സ്. സാറിന്റെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും കൗതുകം തന്നെ തരുന്നതായിരിക്കും. ചെറിയ കുട്ടികൾ പറയുമ്പോൾ വലിയ കുട്ടികളും കൂടി വിശ്വസിക്കുന്നില്ല. അതായത് സാറിന്റെ ക്ലാസ് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്നതും കൗതുകകരമാകുന്നതാണ്. ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് കുറച്ചൊക്കെ പരിചയമുള്ളതാണ്. കാരണം ഈ ആൽക്കലി ആസിഡ്സ് നമുക്ക് കുറച്ച് അറിയാം. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറെ മാജിക് കളികളൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കുറേ കാര്യങ്ങൾ സാറിന് ഒരുപാട് ആൻസർ കിട്ടുന്നത്. അതിന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയിനായിട്ട് സയൻസിൻ്റെ ഓരോരോ കാര്യങ്ങൾ, പിന്നെ അതുവഴി നമുക്ക് പറ്റിക്കപ്പെടുന്നത് പല കാര്യങ്ങളും ഈ സൊസൈറ്റിയിൽ. അപ്പം അതിനൊക്കെ പറ്റിയാണ് സാറിന് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമാണ്.